ഹലോ ഫാമിലി, സാറയാണ്. ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് പറഞ്ഞിട്ട് മുഖത്ത് പുട്ടിയടിക്കണമെന്നൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെ കുറെ കാത്തു നിന്ന് മേടിച്ച സാരിയാണ്. പക്ഷെ ഇതുവരെ ഞാനത് ഉടുത്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. ചെക്സ് ആണ്. ചെക്ക് എപ്പോഴും ഭയങ്കര ട്രെൻഡിയാണ്. ഏത് കാലഘട്ടത്തിലും ചെക്സിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്നത്, ചെക്ക് സാരി എപ്പോഴും ഉടുക്കുമ്പോൾ ബ്ലൗസിന് എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടാവണം. ഒന്നുകിൽ ഫുൾ സ്ലീവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുപാട് ആർഭാടമല്ലാത്ത എന്ന് ട്രഡീഷണൽ ആയിട്ടൊരു ബ്ലൗസ് തയ്ക്കുന്നതോ, അല്ലെങ്കിൽ കുറച്ച് ഇതുപോലെ ഫുൾ സ്ലീവ് കോളേജ് സ്റ്റുഡൻസൊക്കെ ഇനി ഫുൾ സ്ലീവ് ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ലതാണ്. എന്നെപ്പോലുള്ള തള്ളമാർക്ക് ഫുൾ സ്ലീവ് നല്ലതായിരിക്കും. ഞാനപ്പോൾ സാരി ഉടുക്കണ ആദ്യം മുതലൊന്നും കാണിക്കുന്നില്ല, കാരണം പെട്ടെന്നായിരുന്നു എനിക്ക് തോന്നിയത് നിങ്ങളെയും കൂടി കാണിക്കാം ഈ സാരിന്ന്. ഫ്ലീറ്റ്സ് എടുത്തു. ഇത് ഭയങ്കര കോട്ടയല്ല, എന്നാൽ പോലും ഫ്ലീറ്റ്സിന് നമ്മൾ ഷീജമോളുടെ ഞാൻ ഈ കഴിഞ്ഞ സാരി ഡ്രാപ്പിങ്ങിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. ഈ ഫ്ലീറ്റ്സ് പിടിച്ച് ഒരു ടിപ്പായിട്ട് നമുക്ക് പിടിച്ചിട്ട് നമ്മൾ ഈ വേറെ ഒരാളെ കൊണ്ട് ഒരു ഹെൽപ്പ് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സാരിയുടെ ഫ്ലീറ്റ്സ് ഒപ്പത്തിനെടുത്തിട്ട് പൊക്കി പിടിക്കണം. കാരണം നിലത്ത് കിടക്കരുത്, സൈഡ് അറ്റം പൊക്കി പിടിച്ചിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണോ ഫ്ലീറ്റ്സ് പിടിച്ചിട്ട് അങ്ങനെ ഫ്ലീറ്റ് കറക്റ്റായിട്ട് മേളിൽ നിൽക്കുന്ന ഫ്ലീറ്റ് കറക്റ്റ് ലൈനിലായിരിക്കണം, ചരിഞ്ഞൊന്നും പോകരുത്. അതായത് കണ്ട ഈ പുറമേ കാണുന്നത് അങ്ങനെ ഫ്ലീറ്റ് കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ ആൾ പിടിക്കുന്ന ആൾ നല്ല ബലത്തിൽ പിടിക്കണം കേട്ടോ. കറങ്ങി വരുമ്പോഴേക്ക് ഈ സാരി കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഉള്ളതൊക്കെ പോവും. അപ്പോൾ ആ ഫ്ലീറ്റ് പിടിക്കുന്ന ആളവിടെ നിൽക്കുക, നമ്മളിങ്ങനെ കറങ്ങി കറക്റ്റ് ആ സ്ഥാനത്ത് തിരിച്ചു വരിക. കണ്ടോ? അപ്പോൾ എന്നിട്ട് നമ്മൾ കൈയും കൊണ്ടൊന്നിങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്ലീറ്റ് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് എടുക്കും. നിങ്ങൾ ഈ സാരി എടുക്കണവർ ഒരു തവണ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ. നമുക്ക് തന്നെ നമ്മളോടൊരു ഇഷ്ടം തോന്നും ഫ്ലീറ്റൊക്കെ കിടക്കാൻ കാണുമ്പോൾ. പിന്നെ നമ്മുടെ കറക്റ്റ് അളവ് വെച്ചിട്ട് നമ്മൾ അങ്ങ് സാരിയുടെ ഫ്ലീറ്റൊക്കെ കുത്തുക. എന്നിട്ട് പിന്നെ സാധാരണ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇൻ ഷേപ്പ് ഇട്ട് എപ്പോഴും സാരി ഉടുത്ത് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുക ഇരട്ടിപ്പണി ആയതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് എവിടേക്കോ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് നിരമ്പന്മാർ വന്നിട്ട് ഉണ്ടാക്കാൻ നിൽക്കരുത്. വേറൊന്നും കൊണ്ടല്ല, വീട്ടിലും ഈ ഭാഗങ്ങളൊക്കെ കാണിച്ച് നിങ്ങൾക്കൊരു അമ്മ ഉണ്ടാവും. കാണിച്ചല്ല, ഈ ഭാഗങ്ങളൊക്കെ ഉള്ള ഒരു അമ്മ ഉണ്ടാവും. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ സാരി ഡ്രാപ്പിങ്ങിൽ പറഞ്ഞ പോലെ എല്ലാം കൂടി എടുത്ത് കുത്തരുത്, ആ തുമ്പ് മാത്രം കറക്റ്റായിട്ട് ടൈ ചെയ്യുക. എല്ലാം കൂടി കറക്റ്റ് ലെവൽ ചെയ്ത് കുത്തുമ്പോഴാണ് ബാക്കിൽ സാരി കയറി പോകുന്നതും. നമ്മൾ കണ്ടിട്ടില്ലേ ഈ കുതിരയൊക്കെ സാരി ഉടുത്ത് പോണവരെ ചില ചേച്ചിമാർ ഭയങ്കര ഹീൽ ഇട്ടിട്ടുണ്ടാവും, ബാക്കിൽ അങ്ങ് കയറി. പിന്നെ ഈ സാരിക്കും ഫുൾ സ്ലീവിനും ഒരു കോളേജ് സ്റ്റുഡൻസിനുള്ളതാണ്. ഞാൻ പൊക്കിള് കാണിക്കുകയോ കാണിക്കാതിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ നമുക്കാണെങ്കിലും സ്ത്രീകൾക്ക് ഇച്ചിരി പ്ലസ് സൈസ് ഉള്ളവർക്കോ അല്ലെങ്കിൽ 30+ ആവർക്കോ 1 ഉള്ളവർക്കോ ഒന്നുമില്ല, ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്കൊരു മോഡേൺ സ്റ്റൈലായിട്ട് ഉടുക്കണമെങ്കിൽ ഉടുക്കാം. കാരണം നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് കുറച്ച് സാരി ഇറക്കി, ഇപ്പോൾ കണ്ടില്ല അതുപോലെ ആ സൈഡിൽ ജസ്റ്റ് 2 സൈഡിൽ പിന്ന് കുത്തിക്കഴിഞ്ഞാൽ ഒരു മോഡേൺ പാറ്റേൺ ആവും. എന്നാൽ കുറച്ച് സൈഡൊക്കെ കാണും. അതിനാണല്ലോ നമ്മൾ മോഡേൺ പാറ്റേൺ എന്ന് പറഞ്ഞത്. ഞാൻ ചില സമയത്ത് ചില ഫങ്ഷനുകൾക്ക് ചില ഭാഗങ്ങൾ ഞാൻ അങ്ങനെ ഉടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നൊരു ബ്ലാക്കിൽ പൂക്കളുള്ളൊരു സാരി, ചില സമയം അവൾ കറുപ്പ് സാരി ഉടുക്കും എന്നൊരു റീല് ചെയ്തിട്ടുണ്ട്. അതിലങ്ങനെയാണ് ഉടുത്തിരിക്കുന്നത്. എപ്പോഴും അതിന് ഫുൾ സ്ലീവ് ബ്ലൗസ് തന്നെയാണ് നല്ലത് കേട്ടോ. ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിനൊക്കെ അങ്ങനെ ഇച്ചിരി മോഡേൺ ആയിട്ടൊക്കെ ഉടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇച്ചിരി സൈഡൊക്കെ കാണും. പക്ഷേ ഞാൻ ഉടുക്കുമ്പോൾ പൊക്കിളൊക്കെ ഇച്ചിരി ഹൈഡ് ചെയ്താണ് ഉടുക്കുന്നത്. കാരണം എനിക്ക് എന്തുകൊണ്ടോ അത് കാണിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാനപ്പോൾ ഇത് ഷീജമോൾക്കും ഇതിൻ്റെ ടിപ്പ് ഇതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും ഷീജമോൾക്കും സാരി ഉടുക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ ഷീജമോൾ അവിടെ നിന്ന് പറയാം, ചേച്ചി എത്ര സിമ്പിളായിട്ട് സാരി ഉടുത്ത് കഴിഞ്ഞു. അപ്പം ഞാനൊന്ന് എത്തിപ്പിടിച്ചതിൻ്റെ പിന്നെ കുത്താൻ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഷീജമോളുണ്ടല്ലോ, ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കുത്തും. അപ്പോൾ ഒരാളുള്ളപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു മടി വരുമല്ലോ. അപ്പോൾ ഞാൻ ഷീജമോളെ കൊണ്ട് പിന്നെ കുത്തിച്ചു. നന്നായിട്ട് ഇപ്പോൾ ബനിയത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ മാക്സിമം എത്രത്തോളം ബാക്കിലേക്ക് നമ്മളെ ബ്രാ ചേർത്ത് കുത്താൻ പറ്റുന്നു, ബനിയനല്ലേ വലിഞ്ഞ് നമുക്ക് കൈ ഇടാൻ പറ്റും അതിൽ കൂടി. അപ്പോൾ മാക്സിമം എത്രത്തോളം താഴേക്ക് വലിച്ചു പിടിച്ച് കുത്താൻ പറ്റുന്നോ അത്രത്തോളം കുത്തുക. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും ബനിയൻ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ലൂസായി വരും. പിന്നെ ഞാൻ ഈ ലൈറ്റ് ഞാൻ കരുതിയത് സൂര്യപ്രകാശമൊക്കെ എവിടെ നിന്നോ വരുന്നുണ്ട്, നമ്മുടെ സ്റ്റെയറിൻ്റെ അവിടെ വെച്ചിരിക്കുന്ന ജനലിൽ നിന്ന് വരും കേട്ടോ ചിലപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ച സൂര്യപ്രകാശം ആണെങ്കിൽ അവിടെ നിൽക്കട്ടെ എന്ന് കരുതി. പിന്നെയാണ് മനസ്സിലായ ബാക്കിൽ ഒരു സീലിംഗ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഓൺ ചെയ്തതിൻ്റെയാണ് അതങ്ങനെ കണ്ടത്.
പിന്നെ എനിക്ക് ഈ സാരി പിന്നെ കുത്തുമ്പോഴേ വലിയ പിന്നെ മേടിച്ച് വെക്കണം കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇത് കുത്തി 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 തന്നെ നമ്മൾ ബ്രാ ചേർത്ത് കുത്തിയില്ലെങ്കിൽ ഈ സാധനം ഓടിപ്പോരും. അപ്പോൾ കുത്തി കുത്തി തന്നെ കുറേ സമയം പോവും. കണ്ട ഒരു തവണ കുത്തിയപ്പോൾ സാരി കുത്തി വന്നില്ല. അങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങളൊക്കെ എല്ലാവർക്കും പറ്റിയിട്ടുണ്ടാവില്ലേ. പിന്നെ ചെക്ക് സാരി, പ്രത്യേകിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്ക് ഉണ്ടെങ്കിൽ അടിപൊളി. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്കാണ്, പക്ഷേ ബ്ലൂവും റെഡും ഒരു ബോർഡർ വന്നിട്ടുണ്ട്. ഇത് കുറേ നാൾ മുമ്പ് മേടിച്ചാണെങ്കിലും ഈ സൈറ്റ് ചെയ്യാൻ മറന്നു പോകും. അപ്പോൾ ചോദിക്കും കെട്ടി ഒരുങ്ങി ചേച്ചി എങ്ങോട്ടാ പോണെന്നല്ലേ. ഞാൻ കമ്മീഷൻ ഓഫീസിൽ പോവാണ്. ഒരു പോലീസിലൊരു കേസ് കൊടുത്തിട്ട് FIR എഴുതി. പക്ഷെ അത് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. നമുക്ക് ഹണി റോസിന് മാത്രം നീതി കിട്ടിയാൽ പോരല്ലോ. ഹണി റോസ് FBയിൽ പറയുന്നുണ്ടായിരുന്നു എൻ്റെ പോരാട്ടം തുടങ്ങുന്നു എന്നുള്ളത്. അപ്പോൾ പോരാട്ടം തുടങ്ങുവാണെങ്കിൽ ഏതെങ്കിലും സ്ത്രീക്ക് ഹണി റോസ് ആ പോരാട്ടത്തിന് സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഹണി റോസിനെയും കൂടി പറയുവാണ്, ഞാനൊരു പോരാട്ടത്തിലാണ്, അപ്പോൾ സപ്പോർട്ട് ചെയ്യുമായിരിക്കും അല്ലേ. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ സെലിബ്രിറ്റി ഒന്നുമില്ല, വലിയ ഫീച്ചേഴ്സൊന്നും ഇല്ല, ഉള്ള ഫിഗറും വെച്ചിട്ട് കമ്മീഷൻ ഓഫീസിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു നോക്കാം. അല്ല ഇനി ഈ ഫിഗറൊക്കെ ഒന്ന് സെറ്റായി ഇനി സെലിബ്രിറ്റി ആയതിനു ശേഷം ഇവർ കാര്യങ്ങൾ കുറച്ചുകൂടി സ്പീഡാക്കോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കമ്മീഷൻ ഓഫീസിൽ പോകണം, പിന്നെ ബാങ്കിൽ പോകണം. നമ്മുടെ ഓഫീസിലേക്ക് 2-3 ദിവസമായി തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും കാര്യങ്ങൾ അവിടെ നടക്കട്ടെ. മെയിൻ പാർട്ട്നേഴ്സ് 2 പേരുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഓഫീസിലേക്ക് അവരില്ലാത്തപ്പോൾ ഞാൻ പോകാറുണ്ട്. അപ്പോൾ ഓഫീസിലേക്കൊന്ന് പോകണം, അത്രയില്ല. പിന്നെ ജിമ്മിലേക്ക് ജോയിൻ ചെയ്യുക. പിന്നെ തൃപ്പൂണിത്തറ സ്ലിം ഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ജിമ്മാണ് കണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി ഒന്ന് സംസാരിക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ പ്രോഗ്രാം എന്ന് തോന്നുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് ഇച്ചിരി വണ്ണമുണ്ട്, അറിയാലോ, എനിക്ക് ഇച്ചിരി വയറുണ്ട്, ഇച്ചിരി വണ്ണമുണ്ട്. അപ്പോൾ നമ്മളത് അതിനെ ഭംഗിയാക്കിയിട്ട് നിർത്താനായിട്ടുള്ള ടിപ്സുകളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഈ സാരിയുടെ ഞൊറി ഫ്ലീറ്റ്സ് താഴത്തെ അത് ഞാനിങ്ങനെ പതിച്ച് വെച്ചാണ് പിന്നു കുത്തിയത്. അപ്പോൾ ഞാനത് ഷീജക്കും പറഞ്ഞു കൊടുത്തതാണ്. വയറുണ്ട് എന്ന രീതി വയറ് മുഴുവൻ നാട്ടുകാരെ കാണിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ലല്ലോ. അപ്പോൾ നമ്മളത് ഒന്ന് പതിച്ച് വെച്ച് പിന്ന് കുത്തിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് സാരി അവിടെ നിൽക്കും. പിന്നെ ഹെയർ കളർ ചെയ്യാനായോ എന്നൊരു സംശയം ഇല്ലാതില്ല അല്ലേ. പിന്നെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഷാമ്പൂസൊക്കെ നല്ല ഷാമ്പൂ ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് മുടി കിടക്കുന്നുണ്ട്, സ്വയം പൊക്കുന്നു നോക്കിയല്ലേ. അപ്പോൾ നിങ്ങളാരും പറയണില്ല നല്ല ഭംഗി ചേച്ചി, നല്ല കണ്ട് ചേച്ചി, ഇതൊക്കെ ഒന്ന് പറയണ്ടേ. വൃത്തികേടുകൾ പറയാതല്ലാതെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയണ്ടേടാ. അപ്പോൾ ഹെയർ കളർ ഒന്ന് ചെയ്യണം, അതിന് സമയം കിട്ടിയിട്ടില്ല. പിന്നെ ബോഡി പെയിനൊക്കെ ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് ചെറുതായിട്ട് ഒഴിച്ചിലും ആയുർവേദ ട്രീറ്റ്മെൻറ്റൊക്കെ ഒന്ന് തുടങ്ങി വെക്കാമെന്ന് കരുതുന്നുണ്ട്. ഞാൻ നാഗാർജുനയിലാണ്. ഞാനൊരു തവണ ഒരു മസാജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് വല്ലപ്പോഴും പോയി ചെയ്യുന്നതാണ്. പക്ഷെ ഞാനിതൊരു 3 ദിവസമോ 5 ദിവസമോ ആയിട്ട് കിഴി ഉൾപ്പെടെ നമ്മളുടെ ശരീര സൗന്ദര്യത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റീമും മറ്റേ സ്ക്രബും ഒക്കെ കൂടി അങ്ങനെ ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. ഒരു 13,000-നും 18,000-നും താഴെയാണ് എനിക്കായത് കേട്ടോ. കാരണം എൻ്റെ ആരോഗ്യസ്ഥിതി പറഞ്ഞിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പലർക്കും പല രീതിയായിരിക്കും. എനിക്ക് കാൽസ്യം ഫോം ചെയ്യണ കൈയുടെ അവിടെ കാൽസ്യം ഫോം ചെയ്യാറുണ്ട്, ടെന്നീസ് എൽബോ ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ വെയിറ്റ് നമ്മൾ കുറക്കുന്നതിന് മുമ്പ് അവിടുത്തെ ഡോക്ടർ നമുക്കൊരു ടാബ്ലറ്റ് തരുമ്പോൾ യൂറിൻ വഴി വേണ്ടാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ പോവും. അപ്പോൾ ഈ ഒരു 3-4-5 ദിവസം കൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് വണ്ണം കുറഞ്ഞവരൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ അത് തുടങ്ങണം. അപ്പോൾ പോയി വരട്ടെ. കൊള്ളാലേ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സാരി. കോട്ടൺ സാരി എന്ന് പറഞ്ഞാൽ അടിപൊളിയാട്ടോ. നിങ്ങൾ കോട്ടൺ ലവർ ആവണം. പിന്നെ ഈ ഫുൾ സ്ലീവ് ബ്ലൗസ് പല കളറൊക്കെ മേടിച്ച് വെച്ചേക്കണമെന്നേ. കുറച്ച് പൈസ ഞാൻ ഇപ്പോൾ കോട്ടൺ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും പോയി വരട്ടെ. ബൈ ബൈ.